പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ബെത്സേദയിലെ ഒരു സൗഖ്യത്തെക്കുറിച്ചാണ് ഇന്ന് ഈശോ നമ്മോട് പറഞ്ഞു തരുന്നത്. അന്ധനായ ഒരു മനുഷ്യനെ ഈശോ സുഖപ്പെടുത്തുന്നു. അവൻ്റെ കൈക്ക് പിടിച്ച് ഗ്രാമത്തിന് വെളിയിൽ കൊണ്ടുപോയി തുപ്പലുകൊണ്ട് അവൻ്റെ കണ്ണുകൾ പൂശിയിട്ട് അവനോട് ചോദിക്കുകയാണ്, നിനക്ക് കാണാൻ പറ്റുന്നുണ്ടോ? സ്നേഹമുള്ള സഹോദരങ്ങളെ, ഒത്തിരി വ്യാഖ്യാനങ്ങളുണ്ട് ഇതിന് കേട്ടോ. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു കേട്ടത് ഇങ്ങനെയാണ്: മനുഷ്യനെ സൃഷ്ടിച്ചത് മണ്ണുകൊണ്ടാണ്. മണ്ണ് അവൻ്റെ ശ്വാസം കൊണ്ട് തന്നെയാണ് മെനഞ്ഞത്. അപ്പോൾ അവൻ ആ മണ്ണൊന്നുകൂടി വീണ്ടും ഒന്ന് സൃഷ്ടിക്കാൻ വേണ്ടി അവൻ്റെ ഉമിനീര് കൊണ്ട് വീണ്ടും കണ്ണ് സൃഷ്ടിക്കുകയാണ് ചെയ്തത് എന്ന്. എന്തുവാട്ടെ, അതൊന്നുമല്ല അതിനകത്ത് മറ്റൊരു കാര്യം പറയുന്നത്. നിനക്കിപ്പോൾ എങ്ങനെ കാണാൻ പറ്റുന്നു? അവൻ പറഞ്ഞത് മരങ്ങളെ പോലെയാണ് കാണുന്നത്. മനുഷ്യരൊക്കെ നടക്കുന്നു, പക്ഷെ മരങ്ങൾ പോലെയാണ്. നമ്മൾ നോക്കുന്ന മനുഷ്യർ മരങ്ങളെ പോലെയാണോ? മരങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഉപയോഗിക്കാനുള്ളതാണ്. അത് വിറക് കത്തിക്കാൻ, തീ കത്തിക്കാനും, കെട്ടിടം പണിയാനും, അഴവലിച്ച് കെട്ടാനും, ബാനർ തൂക്കാനും ഒക്കെ, തണലിനുമൊക്കെ മരം ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ് മരം. അതിന് ജീവനുണ്ട് എങ്കിലും അത് നമുക്ക് വേണ്ടിയാണ് എന്നൊരു ചിന്തയാണ് മനുഷ്യനുള്ളത്. ഇങ്ങനെ മറ്റുള്ളവർ എനിക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് എന്നുള്ള ചിന്താഗതിയിൽ നിന്ന് വിട്ടുമാറി കുറച്ചുകൂടി നന്നായിട്ട് കാണാൻ തുടങ്ങുമ്പോൾ നമ്മളെപ്പോലെ തന്നെയാണ് അവനും. നമുക്കെന്ത് അവന് ചെയ്തു കൊടുക്കാൻ പറ്റും എന്നൊരു ചിന്തയിലേക്ക് വരും. അതുകൊണ്ട് യഥാർത്ഥ കാഴ്ചയിലേക്ക് നമ്മൾ കടന്നിട്ടുണ്ടോ? അതോ ഇപ്പോഴും മറ്റുള്ളവരെ മരങ്ങൾ പോലെയാണോ നമ്മളും കാണുന്നത്? നമുക്ക് കാഴ്ചയുണ്ടോ? ഭാഗികമായ കാഴ്ചയാണോ? പൂർണ്ണമായ കാഴ്ചയാണോ? അതിനായി പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെ സഹായിക്കണേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അഗ്നിയാൽ നിറയ്ക്കണമേ, അഭിഷേകമായി നിറയണമേ. അഗ്നിയാൽ അഭിഷേകം ചെയ്തന്നെ പുതുജീവനേ കിടണേ. അഗ്നിയാൽ നിറയ്ക്കണമേ, അഭിഷേകമായി നിറയണമേ. അഗ്നിയാൽ അഭിഷേകം ചെയ്തന്നെ പുതുജീവനേ കിടണേ. ആത്മാവേ തീനാളമായി ദാസരിൽ വന്നു നിറയണമേ. ആത്മാവേ തീനാളമായി ദാസരിൽ വന്നു നിറയണമേ. അഭിഷേകമായി അനുദിനവും അരൂപിയെ പറന്നിറങ്ങണമേ. അഭിഷേകമായി